ഈ PSG ഫുൾ ഫോം എന്താ? ആ ഒരു ഞാൻ പോത്ത് ഷാജഹാൻ ഗ്യാങ് എന്നിട്ട് ആദ്യം നമ്മളെ ടീം കണ്ടില്ലേ ഏതൊക്കെ ഒരു കഥ പറയാം, മിന്നി തുടങ്ങാം, ഓർമ്മയിൽ ചെറുത്താളുകൾ മറിക്കാം, കേട്ടു നോക്ക് നിനക്ക് വേണ്ടതൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ വെറുതെ പാട്ട് കേട്ട് ചിരിക്കാം, പലവിധ കുരുക്കാലെന്നെ കൊടുക്കാം, അതിലൊരു കുരുക്കാലെന്നെ എടുക്കാം, തടസ്സങ്ങൾ ഉയരാം ഞാൻ തളരാം, പ്രതിവിധി ഈ കഥയൊന്ന് കേൾക്കാം. ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ബ്രോ നമുക്കൊരു അതൊരു വാല്യൂ, തീർച്ചയായും പൈസക്ക് എന്ന് പറഞ്ഞാല് ബാക്കാണ്. ബന്ധങ്ങളുടെ വാല്യൂ അത് നമ്മൾ ഭയങ്കരം തന്നെയാണ്. ആ ഒരു ബന്ധത്തിന് നമ്മളൊരു വാല്യൂ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു. അത് ബന്ധം വന്നാലും എങ്ങനെ വന്നാലും കൂടെ നിന്നാലും ഒരിക്കലും മാറ്റം പറഞ്ഞാല് ഒരു നമ്മൾ ചതിച്ചിട്ട് നമ്മൾ പിന്നോട്ടുള്ള ഒരു പോവില്ല. ഞങ്ങളൊരു ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുപോകാനൊരു പ്ലാൻ ഉണ്ട് PSG ഗ്യാങ്. പിന്നെ അത് കൂടാതെ പിന്നെ അത് കൂടാതെ PSG ഗ്യാങ്ങിന്റെ വകയായിട്ട് അവർക്കൊരു ഡൊണേഷൻ ഞങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇവനെ അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇവനിങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി ചെയ്യാം. ആള് പിന്നെ റിട്ടേൺ യുദ്ധം അവസാനിച്ചതിന് ശേഷം റിട്ടയർഡ് വീട്ടിലേക്ക് പോകുമ്പോൾ വീഡിയോ കോൾ വെച്ച് കാണിച്ചു തരാം. അവിടെ വീട് നിന്ന സ്ഥലമൊക്കെ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം, എല്ലാം പോയി, ഫുള്ള് പോയി, ഒന്നുമില്ല. ഇപ്പൊ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു ടെന്റ് അടിക്കാൻ വേണ്ടിട്ടുള്ള ചിന്തിക്കാണ്ട് ഒരു വീടല്ല അയാൾ ചോദിച്ചത്. ടെന്റെങ്കിലും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ സ്ട്രീമിങ്ങിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി? എങ്ങനെ നിങ്ങൾക്ക് എത്ര വരുമാനം എങ്ങനെയാണ് സ്ട്രീമിംഗ്? അത്യാവശ്യം ഇത്ര പേരെ നിങ്ങൾ കൊണ്ടു നടക്കണ്ടല്ലോ, ഒരു വരുമാനം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സ്ട്രീമിംഗിൽ എനിക്ക് വരുമാനം ഒന്നുമില്ല. ഇപ്പൊ വരുമാനം കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അല്ല, ചാനൽ മോണിറ്റൈസ്ഡ് അല്ലേ? അല്ല, ചാനൽ ഞാനത് ഓഫ് ആക്കിയിട്ടാണ്. മോണിറ്റൈസേഷൻ ഇല്ല, ഓഫ് ആക്കിയിട്ടാണ്. വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാണ്. കേസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മള് ഇതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കിയിട്ട് ഉള്ളൊരു പരിപാടി അല്ലെങ്കിൽ ഈ സ്ട്രീമിങ് അങ്ങനെ ഒരിക്കലും അങ്ങനെ തുടങ്ങിയതല്ല. ഞാൻ ഇവന്റെ ഒരു വാശിക്ക് ഇങ്ങനെ സ്ട്രീമിങ് തുടങ്ങിയിട്ട് എനിക്ക് ഒരു ABCD എനിക്ക് അറിയില്ലേനും. ഞാൻ കമ്പ്യൂട്ടർ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളെന്നല്ല. പിന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടീമൊക്കെ ആയിട്ട് നമ്മള് ഒരു 4 വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എല്ലാവരും നല്ല കട്ടൊക്കെ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സാലറിയും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി, എല്ലാവർക്കും സാലറി കൊടുക്കണം, എല്ലാവർക്കും സാലറിയും കാര്യങ്ങളൊക്കെ സെറ്റിലാക്കി. മുമ്പ് പോയവർക്കും സാലറീഡ് ആയിരുന്നു? ഇല്ല, നമ്മളത് സാലറിഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരാളെ നമ്മളടുത്ത് വന്ന് അവരെന്താന്ന് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ കൂടെ കൂടാൻ പറ്റുള്ളൂ. ഒരാൾ വിളിക്കുമ്പോ നിങ്ങൾ എത്ര ദിവസം പറയും? വിളിക്കുമ്പോ സാലറി എന്ന് പറഞ്ഞിട്ടാണോ അവർ വിളിച്ചത്? സാലറി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് നമ്മൾ പറയും സാലറി ഇല്ലാന്ന്. അങ്ങനത്തെ ആൾക്കാർ നമുക്ക് കിട്ടിയിട്ട് കാര്യമുള്ളൂ. വെറും പൈസ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളടുത്ത് വന്നിട്ട് എന്താ കാര്യമുള്ളത്? ആത്മാർത്ഥത വേണം. അതെ, മണി ഒരു സെക്കൻഡറി ആയിട്ട് തന്നെയാണ് നമ്മള് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ ആളുകളാണ് ഷാജഹാനിക്ക് വേണ്ടത്. അതെ, വേണ്ടത്. മനസ്സിലായി. ഇപ്പൊ കിട്ടിയവരെങ്ങനെയാണ്? ഇപ്പൊ കിട്ടിയവര് കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല. ഒരു ടീമുക്കും ഒരാളും നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കണില്ല. ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്. പണ്ട് ഇന്ന സ്റ്റോറി ഇട്ട് തെറി വിളിച്ച ആളുകൾ വരെ വന്ന് ജോയിൻ ചെയ്ത് ഞാൻ വരട്ടെ, നിങ്ങളെ PSG ഗ്യാങ് വരട്ടെയാണ്. പൊന്നു മോനെ തന്നെ വേണ്ട. പണ്ട് തെറി വിളിച്ച ആളാ, ഇന്നിപ്പോ ഓനെ നമ്മൾ ടീമിൽ ചേരണം. മനസ്സിലായി. നമുക്ക് അങ്ങനത്തെ ഒരു ആൾക്കാർ ഞമ്മക്ക് വേണ്ട. അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെ ഞാൻ വലിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ അത്രത്തന്നുള്ളൂ. അതിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ ഈ ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്നുള്ള ഒരു ഫണ്ടൊന്നും കണ്ടിട്ട് ഞാൻ ഒരിക്കലും ആ ഒരു ഫണ്ടൊന്നും എനിക്ക് വേണ്ട. അതിലൊന്നും വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. അതുപരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോ അത് നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഞാൻ ചോദിച്ച പോലെ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും ഇപ്പൊ ഈ കല്യാണപ്പം ഇത് കൊളാബ് ചെയ്തു, ഇതൊക്കെ പെയ്ഡ് ആണോ? ഇതൊന്നും പെയ്ഡായിട്ട് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ഒരാളുകള് വിളിച്ചിട്ട് ഓരോ ഫീലിങ്സ് ആണ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാന് ഒരാളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാനവിടെ പൊന്തിയത്. ആ വ്യക്തിന്റെ നെയിമാണ് റോഡ് മാസ്റ്റർ. റോഡ് മാസ്റ്റർ അറിയോ? വണ്ടിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ആദ്യം ആളുടെ ഇതിലായിരുന്നു.
അയാളാണ് ഫസ്റ്റ് ഞാൻ ഈ വർക്ക്ഷോപ്പാണ് ഫസ്റ്റ് എന്റെ തുടക്കം. ഈ ഇന്നോവയുടെ ഈ വീഡിയോ മറ്റേ 37,000 രൂപയ്ക്ക് എന്തോ 35 രൂപക്ക് പെയിന്റിങ്. ആ ഒരു സമയത്ത് ഞാൻ നേരെ ഈ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു റോഡ് മാസ്റ്റർ പറഞ്ഞ ഒരാളുണ്ട്, ജസ്റ്റ് നീ അയാളൊന്ന് വിളിച്ചു നോക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്നാ വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചിട്ട് പൈസ പോണെങ്കിൽ പോട്ടെ വന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു. അതിൽ ഏകദേശം ഒരു 30 ഫുൾ പെയിന്റിംഗ് ഉള്ള വണ്ടികൾ കിട്ടി. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആണ്, കസ്റ്റമറെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നൊരു ഒരു സംഭവം എനിക്ക് കിട്ടി. അന്ന് തുടങ്ങിയതാണ് ഞാൻ എന്റെ സ്ഥാപനം ഞാൻ തന്നെ വീഡിയോ ചെയ്യല്. പിന്നെ ഞാൻ പുറത്തുനിന്ന് ആരും വീഡിയോ ചെയ്യാൻ അതിലൊന്നും ഞാൻ വിളിക്കലില്ല. അപ്പൊ എനിക്ക് ആദ്യം തൊട്ടേ ഈ ഒരു ഫീലിങ്സ് എനിക്ക് നന്നായിട്ട് അറിയും. ഇനിയിപ്പോ ഒരാൾ ഇന്നെ വിളിച്ചിട്ട് പറയണ ഷാജാൻക്കാ നമുക്കൊരു വീഡിയോ ചെയ്യാണ്ട് നിങ്ങളൊന്ന് വന്നിട്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അടുത്തൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ചെയ്തു കൊടുക്കും. അതല്ല, അത് കുറെ നമ്മള് വന്നൊരു വഴികളുണ്ട്. സത്യം ചിലപ്പോ ഇന്നിപ്പോ നിങ്ങൾക്ക് ചിലപ്പോ മറ്റേ കഴുത്തില് ഇത് സ്വർണ്ണമാല ഉണ്ടാവും, മറ്റേതുണ്ടാവും, ഇപ്പൊ റൈബന്റെ ഗ്ലാസ് ഉണ്ട്. ഈ സൗഭാഗ്യങ്ങളൊന്നും ഒരു 4 കൊല്ലം പിന്നേക്ക് നിങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടായിക്കോളന്നില്ല. നിങ്ങളുടെ ഇപ്പൊ 4 വർഷം മുന്നേ നിങ്ങളുടെ എന്താന്നുള്ളതില്ല. പക്ഷെ എന്റേത് ഞാൻ പറയാലോ, ഒരു 4 വർഷം മുന്നേ എനിക്ക് ഈ പറഞ്ഞ സമ്പാദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ആ ഒരു സമയത്ത് ഈ അതേ ഒരു മനസ്സിനേക്കാരും ഇപ്പൊ ഇന്ന് എന്നെ വിളിച്ചിട്ട് ഷാജാൻക്ക് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോ നമ്മള് ചിലപ്പോ വലിയ പ്രൈസ് നമ്മൾ പറയുമ്പോ ചിലപ്പോ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. അവരെ ബിസിനസ് എങ്ങനെയെങ്കിലും പടച്ചോനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊന്തി കിട്ടണേ, അല്ലെങ്കിൽ ചിലപ്പോ ആത്മഹത്യന്റെ വക്കിൽ വരെയുള്ള ആളുകൾ ഇന്ന് നമ്മളെ ബിസിനസ് മേഖലയിലുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഒരു അത്യാവശ്യമായിട്ട് നമുക്ക് പോയിട്ട് ഒരു വീഡിയോ എടുത്ത് നമ്മളെ വീഡിയോ 4 കസ്റ്റമർ അവർക്ക് കിട്ടിയിട്ട് അവര് പൊന്തി വരുന്നോണ്ട് അൽഹംദുലില്ലാ അത് നല്ലത് എന്നാ ഞാൻ ചിന്തിക്കും. സന്തോഷം. അങ്ങനെ വന്ന ഒരാൾക്ക് മനസ്സിലാവും സത്യം നമ്മൾ വന്ന വഴിയാണ്. അതാണ് നമ്മൾ വന്നൊരു നമ്മള് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൈസയും കാര്യങ്ങളും ഇല്ല, ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിഞ്ഞു വന്ന ഒരാൾക്ക് നല്ലോണം അറിയും. ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ ഷോറൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൈക്കോട്ട്, ബിക്കാസ്, ഫുള്ള് പുല്ല് വരെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ പണിയും അധിക പണി ഞാൻ തന്നെ എടുക്കാറ്. എനിക്ക് പണിയെടുക്കാൻ ഒരു മടിയില്ല. പണിയെടുക്കാൻ നമ്മൾ എന്തിനാ മടിക്കേണ്ട ആവശ്യം എന്താ? നമ്മളെ പറമ്പിൽ തന്നെ നമ്മൾ പണിക്കാൻ ഒരു മടിക്കാൻ ഒരു ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി വന്നത്. വാപ്പച്ചി അപ്പോ ഒരു സപ്പോർട്ടായിരുന്നു. വാപ്പ മരണപ്പെട്ടിട്ട് ഏകദേശം 6 വർഷമായി. വാപ്പച്ചി ഉണ്ടാക്കി ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തു. അതില് വാപ്പച്ചി പറയണ്ടെന്നുണ്ടെങ്കിൽ വാപ്പ മരിക്കണ സമയത്ത് ഫുൾ കാലിയായിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തം ഉള്ളത്. പക്ഷെ മൂപ്പര് ഏകദേശം അത്യാവശ്യം കോടിക്കണക്കിന് രൂപന്റെ ആസ്തിയുള്ള ഒരാൾ തന്നെയാണ് എന്റെ വാപ്പ. മൂപ്പര് മരിച്ചിട്ട് ഏകദേശം 6 വർഷമായി. പക്ഷെ ആ ഒരു സ്ഥലത്ത് സ്വന്തം സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ സെറ്റായി. മനസ്സിലായി. ഇപ്പൊ ഒറ്റ മോനാണോ എങ്ങനെയാ? അല്ലല്ല, ഒറ്റ മോനല്ല. ഞാൻ എനിക്ക് താഴെ 3 ബ്രദേഴ്സ് ഉണ്ട്. അവരൊക്കെ എങ്ങനെയാ ഇതിന് സപ്പോർട്ടിംഗ് ആണോ? എല്ലാരും കൂടെ ഉണ്ട്. എല്ലാരും വൺ ഡ്രൈവിൽ തന്നെ? എല്ലാരും വൺ ഡ്രൈവിലല്ല. നമ്മളെ മാർക്കറ്റില് നമുക്ക് ആദ്യത്തിന്റെ മുന്നേ ചട്ടിപ്പറമ്പ് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ചട്ടിപ്പറമ്പ് ഫിഷ് മാർക്കറ്റ് യൂട്യൂബിൽ അടിച്ച് ഞങ്ങൾക്ക് കാണാം. ഭയങ്കരം ജനങ്ങളൊക്കെ ഭയങ്കരം കൂടിയുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. ആ മാർക്കറ്റ് ഏകദേശം 2-2.5 വർഷത്തോളം നന്നായിട്ട് പോയതാ. പോയതിനു ശേഷമാണ് ഞാൻ ഇത് വർക്ക്ഷോപ്പ് ആക്കുന്നത്. എന്ത് പറ്റിയപ്പോ അത് നമ്മള് കൊറോണ സമയത്ത് ഈ ആളുകൾ കൂടുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ദിവസം നിർത്തിയിട്ട് പിന്നെ അത് പ്രശ്നമായി. പിന്നെ പഴയ കസ്റ്റമർ നമുക്ക് ഇല്ലാതായി. ഈ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് എല്ലാം അവിടെ നടക്കില്ല. അത് നമ്മള് ഇവിടെയൊക്കെ നമ്മുടെ റോഡ് സൈഡിനൊക്കെ മീന്, പച്ചക്കറികള്, ഫ്രൂട്ട്സ് കാര്യങ്ങള് അങ്ങനെയുള്ള കച്ചവടങ്ങൾ നമ്മള് ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക. ഇത്ര സ്ഥലത്തിന് അവർക്ക് റെന്റിന് കൊടുക്കുക. മനസ്സിലായി. ഇപ്പൊ ഹാപ്പി, എല്ലാം കൊണ്ട് സമാധാനം. ഇപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്, കുഴപ്പമില്ല. നമുക്കിപ്പോ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു ബിസിനസ്സൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ എന്തെങ്കിലും നമ്മൾ ആവണം ചിന്താഗതിയോടുകൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് ക്ലിക്ക് ആവും. നമ്മൾ രാവും പകലായ്മ നിൽക്കണം, കഷ്ടപ്പെടണം. ഒരു ഭാഗ്യവും വേണം. അല്ലാതെ നമ്മള് ഇപ്പൊ ഒരു ബിസിനസ്സൊക്കെ നമ്മള് ഫസ്റ്റ് ടൈം നമുക്കത് ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഫണ്ട് ഇറക്കാൻ പേടിച്ചെന്നാണ് മരിക്കുന്നത് വരെ പേടിയുണ്ടാവും. റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. റിസ്കിന്റെ കാര്യം പറഞ്ഞ മണവാളനായിട്ടൊരു ഇതുണ്ടല്ലോ. ഇപ്പൊ ഒരു ഇഷ്യൂ പോയിക്കൊണ്ട് ഒരു ഞാൻ കണ്ടിരുന്നു, സ്ട്രീമിംഗ് കണ്ടിരുന്നു, മണവാളിന്റെ അവിടെ പോയിരിക്കുന്നതും. സോ എന്താണ് നിങ്ങളുടെ ഇതിൽ സ്ട്രീമിംഗിൽ മണവാളം വരണേ?
ഓനെ നമ്മൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അപ്പോത്തിന് ഓരോ ഇഷ്യൂസ് കഴിയുമ്പോ നമുക്ക് ഓരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്യൂസിന് പിന്നെ കുറവില്ലാത്തതുകൊണ്ട് ബോക്സിംഗ് ആണ് ഞങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുന്നത്. നടക്കോ ഒരു ബോക്സിംഗ്? ബോക്സിങ് എനിക്ക് ഞാനങ്ങനെ ബോക്സിങ് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നാടത്തല്ല, അതിപ്പോ മറ്റേ കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഞാന് ബോക്സിങ് കാര്യങ്ങൾ അങ്ങനത്തെ രൂപത്തിലൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു മണവാളുടെ കൂടെയുള്ള സ്ട്രീമിംഗ്? അവരുടെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു, ആളൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാല് എല്ലാരും വീഡിയോസ് ചെയ്യുന്നു, എല്ലാരും മുന്നോട്ട് വരുന്നു. അതെ, നമുക്ക് ആരോടും ദേഷ്യമില്ല, എല്ലാരോടും ഹാപ്പി, സന്തോഷം. മനസ്സിലായി. അല്ല, പുറത്ത് കാണുന്ന ഞാനാണെങ്കിലും പുറത്ത് കാണുന്ന ഒരു ഇത്ര ആളും വീഡിയോസ് കണ്ടൊരു ഷാജഹാൻ അല്ല ഇപ്പോ ഞാൻ പേഴ്സണലി കാണുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ച് നിങ്ങളിപ്പോ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മേ ബി ഒരു പോസിറ്റിവിറ്റി വരെ നമുക്ക് കിട്ടാണ്. സോ പുറത്തും നിങ്ങളെ അറിയട്ടെ, ഐ മീൻ ഈ ഒരു പച്ചയായ മനുഷ്യനെ തിരിച്ചറിയട്ടെ. നമ്മള് വെറുതെ ഒരാളെ നോവിക്കാൻ നമ്മൾ പോകും, പക്ഷെ എങ്ങോട്ട് നോവിച്ചു കഴിഞ്ഞാൽ നമ്മള് വിടൂല. അതെ, മനസ്സിലായോ? പണ്ടൊരു ചൊല്ലുണ്ട്, ഒരു അടി അടിക്കണ നേരം നമുക്ക് രണ്ടടി അങ്ങോട്ട് കൊടുക്കാന്നുള്ളത്. ഒരടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ നോക്കുള്ളൂ. പക്ഷെ ഇതൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഇതൊരു ഫൈറ്റോ ആയിട്ട് ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. എന്തിനാണ് കണ്ട വള്ളി നമ്മൾ ഇങ്ങോട്ട് പിടിച്ചിരിക്കണത്? അതിലൊന്നും കാര്യമില്ല. ഇന്നിപ്പോ നമ്മള് നിശാൻ ഇന്നിപ്പോ ഞാനൊരു ഹെൽപ്പായിട്ട് ഞാൻ ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ വേറെ ആരെങ്കിലും എനിക്ക് ശരി തോന്നിയാൽ ഞാൻ പ്രതികരിക്കും. ശരി തോന്നി അവരുടെ കൂടെ ഞാൻ നിൽക്കും ചെയ്യും കേട്ടോ, ഒരു സംശയമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അന്ന് ഈ ഇഷ്യൂല് തൊപ്പിയുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഒരു ഇത് പറഞ്ഞു അന്ന് തൊപ്പിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഈ തൊപ്പിക്ക് കൊടുത്ത അധോലോകം നായകന്മാരായ ആളുകളായിട്ട് നല്ല ഇതുണ്ട്. ഷാജഹാനൊക്കെ ആ ടൈമിൽ എങ്ങനെയായിരുന്നു? എനിക്ക് ഒരു അധോലോകവും ഇല്ല, നമ്മളാണ് നമ്മുടെ അധോലോകം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു 10 രൂപ നിങ്ങൾക്ക് തന്നേക്കാണ് നിങ്ങൾ അവനെ പോയി വെട്ടിക്കൊല്ലെന്ന് പറയുമ്പോ നിങ്ങൾക്ക് അടി കിട്ടുക എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു 10 രൂപക്കും വേണ്ടിട്ടാണ് നിങ്ങൾ തല്ലാൻ പോണത്. പക്ഷെ എന്റെ മേത്ത് പൂയി എന്ന് പറയാം നമ്മളെ നാട്ടില്, പൂയി അയക്കണമെന്നുണ്ടെങ്കിൽ ഓനെ ഞാൻ വിടൂല. മനസ്സിലായോ? അത് പൈസന്റെ നോക്കിയിട്ടല്ല. നമ്മളെ ചെക്കന്മാരെ നമ്മളെ പയ്യന്മാർക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവൻ റോട്ടുമ്പോ കടക്കാൻ പറഞ്ഞാൽ അവിടെ കിടക്കും, പിന്നെ അവിടെ നിന്ന് നീക്കൂല. എന്തെന്നെ വന്നാലും വേണ്ടിയില്ല. അതിന് മേലെന്താ ഉള്ളത്? നമുക്ക് എന്നാ പയ്യന്മാരൊന്ന് വിളിച്ചാലോ സ്റ്റേജിലേക്ക്? എല്ലാരും ഒന്ന് വിളിക്കാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്പൾബർ ബ്രോ എവിടെ? പുള്ളി ഈ പ്രശ്നം വന്നിട്ട് മുങ്ങിയോ? പ്രശ്നമൊന്നുമില്ല. അല്ല, ആളുടെ ഒരു വിവരില്ല. എന്താ അവസ്ഥ? നമ്മളിങ്ങനെ ഓൾ കേരള ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ആ ട്രിപ്പും കാര്യങ്ങളും കഴിഞ്ഞാലാണ് പിന്നെ ഈ തൊപ്പിന്റെ പ്രശ്നം വരുള്ളൂ. നമുക്ക് ഫില്ലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ട്രിപ്പ് ഫില്ലാക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞാല് സ്പൾബർ ഷാജഹാനെ ഇതാക്കി പോയാന്നുള്ളത് ചോദിക്കുന്നുണ്ട് മൊത്തത്തിൽ എല്ലാരും. ഞാൻ പിന്നെ എന്താ വെച്ചാല് ഓനെ നമുക്ക് ഇതേക്ക് എടുത്തുകാണ്ട് ആ ഓനെയും കൂടി അടങ്ങാറാക്കാൻ നമുക്ക് മോശമല്ലേ. നമ്മളൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ അങ്ങനെ നെഗറ്റീവ് ഭയങ്കരം ഒരു ഇഷ്ടമില്ലാത്തൊരു ഒരു ക്യാരക്ടറാണ്. ഫുൾ പോസിറ്റീവാണ്. പിന്നെ അങ്ങനത്തെ ഒരാളെ നമ്മൾ വെറുതെ ദീക്ക് വലിച്ചിട്ട് കാണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മോശമായി. നാലൊന്ന് വിളിച്ചു നോക്കിയാൽ ആള് ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല, എന്താ എവിടെയാണെന്ന് അറിയാലോ. വിളിച്ചപ്പോ ഇവിടെ ബിസിയാണ് അവരിന്റെ. ട്രൈ നോക്കൂ. സ്പൾബറ, ഞാനൊരു ഇന്റർവ്യൂലാണ്. അപ്പൊ ഓല് ഇന്റർവ്യൂല് എന്നെ വിളിക്കാൻ പറഞ്ഞാണ്. ഞാൻ വിളിച്ചല്ല, ഇവരിന്നോട് പറയാണ് ജസ്റ്റ് ഇത്രയും കാലത്തെ കൂടെ ഓനെ ഇല്ലായിരുന്നോ, ഇപ്പൊ എന്താ ഓനെ കാണാത്ത? ജനങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടല്ലോ, സംശയമുണ്ട് അല്ലെ? പിന്നെ അപ്പൊ ഓഫ് റോഡ് വരണം. അതെ, ഇനിയിപ്പോ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോ എന്തേലും പറഞ്ഞു മുങ്ങും ചെയ്യും. ഞാൻ ഓരോരുത്തർ കൊടുക്കാം, ഓർക്ക് എന്തൊക്കെ സംശയങ്ങൾ എന്നോട് ചോദിക്കാണ്. ഇത്ര ഹായ്, നീലക്കോയിലാണ്. നീലക്കോയിൽ ഇന്റർവ്യൂ ആണ്. നമസ്കാരം ബ്രോ. ഞങ്ങൾ സ്പൾബർ ബ്രോ ആണെങ്കിൽ ഫുൾ പോസിറ്റീവ് ആണല്ലോ. അപ്പൊ കുറെ നാളായിട്ട് കാണാനും ഇല്ല, ഈ വിഷയങ്ങളിലൊന്നും അഭിപ്രായവും ഇല്ല, അഭിപ്രായം പറയണില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല, നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ കാണിക്കുന്നില്ല. എല്ലാരോടും സ്നേഹം മാത്രമാണ്. അതെ, ഫുൾ പോസിറ്റീവ് ആണ്. നമ്മള് പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിലാണ്. ഞാനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ആരോടും എനിക്കൊരു എല്ലാരെയും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവരും ഫീൽഡിന്റെ ഉള്ളതാണല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടത്തിലും
രീതിയിലും വീഡിയോ ചെയ്യേണ്ടി വരും. ഷാജാൻ രീതിയിൽ ചെയ്യുന്ന ഓനെ നാലാളെ അറിഞ്ഞത് ഷാജാൻ നമ്മള് യൂട്യൂബ് തുടങ്ങുമ്പോഴേ നമ്മളോട് പറഞ്ഞതാ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി തുടങ്ങുമ്പോഴേ നമ്മളോട് പറഞ്ഞതാ. അത്യാവശ്യം എല്ലാരും ഒന്ന് അറിയണം, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. ഓനെ ആ ഒരു പ്രഷർ ഇതിലൊക്കെ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ ഉണ്ടാവുള്ളൂ. അത് ഉഷാറാണ്. നമുക്ക് മനസ്സിലായി ക്ലിയർ ആയിട്ട്. നമുക്ക് നേരിട്ട് കാണുമ്പോ ഒപ്പം കൂടെ നടക്കുമ്പോ നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്ത് ഷാജാൻ ഉണ്ടാവും. കൂടെ ഉള്ളവർക്ക് വേണ്ടി എന്തിനും കൂടെയുള്ളവർക്ക് വേണ്ടി ചങ്ക് കുറച്ച് തരും. പക്ഷെ ഓനെ ആരെങ്കിലും പറ്റിച്ച് ഓനെ ഏമാത്തി പോയില്ലെങ്കിൽ ഓനെ വെറുതെ വിടില്ല. അത്രേ ഉള്ളൂ. ആട് പറ്റാണ്. തല്ലെന്ന് പറഞ്ഞാൽ തല്ലൂലോന്ന് ചങ്കൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതെ. അതുപോലെ സുഹൃത്തുക്കൾ ഓനെ പറ്റിച്ചോ അല്ലെങ്കിൽ ഓനെ കൂട്ടുകാരെ പറ്റിച്ചോ ആരും ചെയ്തു എന്തേലും പറഞ്ഞു ഓനോടൊന്ന് പരാതി പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓന്റെ കഴുത്ത് മുറിയണ വരെയുള്ള പണി ഓനൊരു വേണ്ടി എന്തും ചെയ്യും. അതെ. തീർച്ചയായും. അല്ല നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാം നമുക്കും കുറെ ക്ലാരിഫിക്കേഷൻസും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം സോർട്ടഡ് ആണ്. അതെ, വീണ്ടും ഇന്ന വിവാദത്തിലേക്ക് ഇറക്കിക്കാം. എന്ത് അല്ലടാ ഇവര് പറയുന്നതെന്ന് വെച്ചാലേ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ ജസ്റ്റ് അവനൊന്ന് വിളിക്ക്, എന്റെ 2 വാക്ക് കിട്ടണം എന്നാണ് പറയുന്നത്. അന്നെ നേരെ കേട്ടണം തോന്നുന്നുണ്ട്. ഇവർക്ക് ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷാജഹാൻ പറഞ്ഞത് ചെയ്യോ ഇല്ല എന്നുള്ളത്. അത് എന്റെ അഭിപ്രായത്തിൽ ചെയ്യൂലല്ലോ. ഷാജഹാൻ പറഞ്ഞത് ചെയ്യും. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലോ ചെങ്ങായി. നല്ലൊരു കാര്യം ഞാൻ ചെയ്തിരിക്കും. അതെ. അത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യുന്നു. ജിന്റെ ചങ്കല്ല സ്പൾബറായ അവർക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ തരും. അതിന് മേലെ എന്തടാ ഉള്ളത്? അതിന് മേലെ എന്ത് മുതലെന്തേലും അതിന്റെ മേലെ വെക്കാണ്ടാവും. എന്നാ കൂടെ കാണുന്നാലേ ഞാൻ ഏതായാലും ഇതിന്. ഓക്കെ, അപ്പൊ നമ്മളെ സ്പൾബർബറാണ് കോളിങ്ങില്. അപ്പൊ എല്ലാരും ഒരു ഹായ് ഒക്കെ കൊടുട്ടോ. നെഗറ്റീവുകൾ വന്നിട്ട് എന്റെ ഇത് ഓടി രക്ഷപ്പെട്ട നമ്മുടെ ശരി എന്നാലും ഓക്കെ. ഓഫ് റോഡിന്റെ ഒരു ബ്രാൻഡിനാണ്, ഭയങ്കര ഓഫ് റോഡ്, കൊറേ ഇങ്ങനെ കാടുകളും മലകളും ഇങ്ങനെ അതിന്റെ ഒരു ബ്രാൻഡ്. പക്ഷെ ആള് ഉഷാറാണ്. നിങ്ങൾ എത്ര വർഷത്തെ ഒരു ഇതുള്ള? ഫസ്റ്റ് ടൈം ഞാൻ ബന്ധപ്പെടുന്നത് എന്റെ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ഞാനൊരു കാറ് ഗിവ് അവേ കൊടുത്തിരുന്നു. എന്റെ വൺ ഡ്രൈവ് ഷോറൂമിന്റെ ഇനാഗ്രേഷന് ഒരു കാർ ഞാൻ ഗിവ് അവേ കൊടുത്തിരുന്നു. ആ ഒരു ഗിവ് അവേയിലാണ് ഞാൻ ഇവര് കണക്റ്റഡ് ആവുന്നത്. ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അങ്ങനത്തെ ഒരു ബിസിനസ് ബന്ധമാണ്. അതെ. ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഞാൻ എന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം, അത് എനിക്ക് കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാറ് ഗീവ് അവേ ഞാനും അവന്റെ പേജും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. ഒരു ബന്ധം പിന്നെ ഭയങ്കര ബന്ധമായി. ആള് പക്കയാണ്. നല്ല ഒരു ദുശീലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ചെക്കനാണ്. എന്തിനും നമ്മളെ കൂടെ ഉണ്ടാവും ചെയ്യും. പിന്നെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ഓന് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ആയതുകൊണ്ടാണ് അവൻ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവും. അതിനൊക്കെ ആള് ഭയങ്കര ഇതുള്ള ആളാണ്. ഇപ്പൊ നമ്മള് ഓൾ കേരള ട്രിപ്പിലും നമ്മൾ ഒരു റൂമിൽ തന്നെ ഒരു ബെഡിൽ തന്നെ എല്ലാവരും കിടന്നു. നല്ല ബന്ധമാണ്. ബന്ധങ്ങൾക്ക് എന്ന് പറഞ്ഞാല് ബ്രോ നമുക്കൊരു അതൊരു വാല്യൂ. പൈസക്ക് എന്ന് പറഞ്ഞാല് ബാക്കാണ്. ബന്ധങ്ങളുടെ വാല്യൂ അത് നമ്മൾ ഭയങ്കര തന്നെയാണ്. ആ ഒരു ബന്ധത്തിന് നമ്മളൊരു വാല്യൂ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു. അത് ബന്ധം വന്നാലും എങ്ങനെ വന്നാലും കൂടെ നിന്നാലും ഒരിക്കലും മറ്റോ പറഞ്ഞാല് ഒരു നമ്മൾ ചതിച്ചിട്ട് നമ്മൾ പിന്നോട്ടുള്ളൊരു പോവില്ല. ഇതൊക്കെയാണ് നമ്മളെ ടീം. നിങ്ങള് അതൊക്കെ കണ്ടില്ലേ ഏതൊക്കെ പറയും. ഞാനത് ഇവരോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല പക്ഷെ കുറച്ച് നല്ലതാണ്. ആൾക്കൊക്കെ നന്നായി ചേരേണ്ടത്. പിന്നെ
ചേരുണ്ട് ഇതൊക്കെ ഫുള്ള് വൈറ്റ് ആയിരുന്നു അല്ലേ? നമ്മളെ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് വെറൈറ്റി ഫുഡ് ഒരുപാട് ഭയങ്കര വെറൈറ്റി ഫുഡിന്റെ ആളാണ്. ഓക്കെ, ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിക്കോളൂ. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിക്കോ. ഓക്കെ ഓക്കെ, അത് പരിചയപ്പെടുത്തി കൊടുക്കടാ. എന്റെ പേര് ഫാരിസ് എന്നാണ്. ഓക്കെ, മലപ്പുറത്താണ് വീട്. ഓക്കെ, പണ്ട് മുതലേ കുക്കിങ്ങിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിങ്ങനെ കയറി ആദ്യം ഇങ്ങനെ കഫേയിലൊക്കെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ തേടി നടന്നു. അതൊരു വലിയ കഥയാണ്. ഞാൻ വീഡിയോസ് ഇതൊക്കെ കാണലുണ്ട്. അപ്പൊ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുക തോന്നിട്ട് ഒരാളാകുമ്പോ അങ്ങനെയാണല്ലോ. ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ അവിടെ പോകും. ഇവിടെ വന്നപ്പോ ഇതിനു മേലല്ല ഇക്കയുടെ സ്നേഹം വാത്സല്യം തന്നെ മതിയല്ലോ, വേറെ എന്ത് വേണം? അതെ. അപ്പൊ ഒരു ഒറ്റ കുക്കാണോ? അപ്പൊ ആളെ ഞാൻ വീട്ടിൽ പോകും. പിന്നെ ഇപ്പൊ നിഷാദും ഓല വീട്ടിലേക്കാണ്. പിന്നെ ഇപ്പൊ നമ്മള് ഗ്യാങ്ങിലുള്ളത് 1, 2, 3, 4 ആളല്ലേ. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മള് ഒഴിവാക്കുകയും ചെയ്യും. നമ്മള് ഗ്യാങ്ങിലെ ആളുകൾ എടുക്കണത് ഒഴിവാക്കണ ചക്കയാണെങ്കിൽ നമുക്ക് ചൂന്ന് നോക്കാം. എന്താ ചെയ്യാം? നമ്മളെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ കാലഘട്ടമാണ്. അപ്പൊ ഇനി ടീമൊക്കെ നമ്മള് വേറെ ആൾക്കാർ എടുക്കുന്നില്ല. ഈ ഒരു ടീമാണ്, ഈ ടീമിലെ അംഗങ്ങളെ നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്നത്. ആളെന്താ ബ്രോന്റെ ഇത്? ഞാന് എന്താ പറയാ, ഇതിന് മുമ്പ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്തിരുന്നു യൂട്യൂബില്. അപ്പൊ എനിക്കൊരു 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലൊക്കെ ഉണ്ടായിരുന്നു ഒരു 5 മാസം മുമ്പ്. അപ്പൊ ആ ഒരു ചാനൽ കോപ്പറേറ്റ് ഇഷ്യൂ കാരണം ആ ചാനൽ യൂട്യൂബിൽ നിന്ന് ഡിസേബിൾഡ് ആയി പോയി. അപ്പം എന്താ പറയാ, പിന്നെ ഞാൻ എഡിറ്റിംഗ് സ്ട്രൈക്ക് കിട്ടി. അപ്പൊ ഞാൻ പിന്നെ എഡിറ്റിംഗ് ഒക്കെ കയറി. പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ സെറ്റായി വന്നാണ്. അതായത് ഞാനും പിന്നെ വേറൊരാളും കൂടി, മാഡം കൂടി ഉണ്ട്. നമ്മള് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കും. അടിപൊളി. അപ്പൊ എല്ലാവരും ഒരു ടീമാണ്, സെറ്റ് ഒരു ടീമാണ്. ഓക്കെ, PSG. ഈ PSG ഫുൾ ഫോം എന്താ? ഒരു ഞാൻ പോത്ത് ഷാജാൻ ഗ്യാങ് എന്നിട്ട് ആദ്യം PSG എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമാണല്ലോ. ഇപ്പൊ ഗൂഗിൾ ചെയ്താലും PSG ഫുട്ബോൾ എല്ലാവർക്കും പറ്റിയ, പ്രത്യേകിച്ച് നിങ്ങൾ മലപ്പുറംകാരായോണ്ട് എനിക്ക് മെയിൻ ഫുട്ബോൾ റിലേറ്റഡ് എന്തെങ്കിലും വിചാരിച്ചിരുന്നേ. പിന്നെ ആളുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഞാന് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കോട്ടയത്തായിരുന്നു ഷൂട്ട്. അതിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ ഷാജാനൊക്കെ മെസ്സേജ് അയച്ച് കുറെ വട്ടം മെസ്സേജ് ആയിരുന്നു. അതിനെടുത്തിട്ട് ലാസ്റ്റ് എടുത്ത് മെസ്സേജ് നോക്കി അങ്ങനെ ഒന്നാമത്തെ കേസ് ഇതിലിപ്പോ നമ്മളെ ഗ്യാങ്ങിൽ വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരൊന്നും വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ ചെറിയ ചെക്കന്മാരാണ്. കുറെ ആൾക്കാർ പറയും ചെറിയ ചെക്കന്മാരാണ്, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുള്ളവർ വളർന്നു വരണം. തീർച്ചയായിട്ടും മാത്രം പോരല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നീമ്പോളിന്റെ ഒരു പടത്തിൽ വിളിച്ചായിരുന്നു. അതിൽ പോയിട്ടില്ല, വിളിച്ചായിരുന്നു. അന്ന് ഞാൻ നേരം വൈകി. സെപ്റ്റംബർ 15 ഒരു ആട് 3 ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പാലക്കാട്. അതിന് വിളിച്ചായിരുന്നു. ഞാൻ പോയിട്ടില്ല. അതിനൊന്നും ഷാജാനക്കയുടെ അടുത്ത് വന്ന് ഹാപ്പിയാണ്, ഇവിടെ ഹാപ്പിയാണെന്ന് പോവാൻ തോന്നില്ല. പോയി തരുമോ? അടിപൊളി. അല്ല, അതൊക്കെ നമ്മൾ കൊടുക്കണ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ടുനടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെ നമ്മൾ സ്നേഹിച്ച് നമ്മൾ കൊണ്ടുനടക്കില്ലേ, അതൊരു ഫീൽ തന്നെ ഉറപ്പാണ്. ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രീമിംഗ് എന്ന് പറയുന്ന സംഭവം ചെറിയ സംഭവമല്ല. പെട്ടെന്നൊരാൾക്ക് തുടങ്ങാൻ പറ്റിയ സംഭവമല്ല. ഒരു ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാൾക്ക് തുടങ്ങാൻ പറ്റിയ സംഭവമല്ല. ബാക്കപ്പ് നല്ല മണി വേണം. സത്യം എന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ആ വീട് വാടക, പിന്നെ മൊത്തം എന്തെല്ലാം ഒരു ചെലവുണ്ട്. ഒരു വീട്ടിലെ ചെലവ് നോക്കണം. അതുപോലെ നമ്മൾ മാസങ്ങളോളം നോക്കി നടക്കേണ്ടി വരും. ഇപ്പൊ അതിൽ നിന്നോ ഇതിൽ നിന്നോ ഒരു ഇൻകം ഒന്നും കിട്ടിയിട്ടൊന്നല്ല. പക്ഷെ നമുക്ക് ഒരു രസകരമായിട്ട് ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇനി ഇവരെ ഒരു ഭയങ്കര ഇത് എന്തെങ്കിലും സെറ്റ് മൊത്തത്തിൽ എല്ലാരും ഒരു എത്തണം. ഞാൻ എന്റെ ലൈഫില് എന്റെ എന്താ പറയാ 4 തലമുറക്കുള്ള ഞാൻ ഉണ്ടാക്കിയിട്ട് പോകും. എന്റെ മക്കളെ തിന്നാനുള്ള മുതൽ ഞാൻ ഉണ്ടാക്കിയിട്ട് പോകും.
ഇവരൊക്കെ എവിടെയെങ്കിലും എത്തണം. എത്തണം. ചെക്കന്മാർ അത്രയും പവറാണ്. അപ്പൊ അതല്ല അപ്പൊ പുറത്ത് ഇറങ്ങുമ്പോ നിങ്ങള് ഷാജാൻ ഖാന്റെ ഗ്യാങ്ങിലാണ് PC gang ആണ്. പൊതു gang. വീട്ടിൽ നാട്ടില് പിന്നെന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതൊന്നും ഞാൻ പറയണില്ല. പല ആളുകളെ വീട്ടില് പല അവസ്ഥയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മളിതിന് മാനിക്കാണ്ട്. പക്ഷെ അത് നമ്മളിതൊരു പബ്ലിക്കാണ്, അതിൽ നമുക്ക് പറയാൻ പറ്റിയ കേസുകളല്ല. അതും നമ്മള് റെസ്പെക്ട് കൊടുക്കണല്ലോ അതിനും. പിന്നെ ഇത് നമ്മളെ മുഷ്രിഫ്, നമ്മളെ മാനേജറാണ്. ഓൻ പറഞ്ഞതിലപ്പുറം പാട്ടുകാരനാണ്, റാപ്പറാണ്. ഒരു വർഷമായിട്ട് എന്റെ കൂടെ ഉള്ളതാണ്. എന്റെ എല്ലാ വീഡിയോസും ടോപ്പ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇറക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഓനെ നമ്മളിങ്ങനെ 2 വാക്ക് പറയാം. പിന്നെ നമ്മൾ എന്തിനാ നല്ലേ, ഒരു വർഷമായിട്ട് നമ്മളെ കൂടെ കേട്ടോ. സൂപ്പർ വർഷം. എന്താണ് ഈ ഒരു വർഷത്തിൽ ഷാജാൻ ഖാനെ പറ്റി പറയാനുള്ളത്? ഒരു 5 നല്ല കാര്യം, 5 മോശം കാര്യം. 5 അങ്ങനെ പറയാം. ബേസിക്കലി ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ 3 വർഷം വർക്ക് ചെയ്ത് ഉപ്പാന്റെ കമ്പനി തന്നെ ആയിരുന്നു. അപ്പൊ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമ ഡയറക്ഷൻ അതുപോലെ എഡിറ്റിംഗ് അതൊക്കെയാണ് താല്പര്യം. അപ്പൊ അങ്ങനെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്റെ മൈൻഡിൽ മൊത്തം കഥകൾ, സ്റ്റോറി. ഉപ്പ എന്തെങ്കിലും വർക്ക് ഏൽപ്പിച്ചാൽ ഞാൻ ഈ സ്റ്റോറി ചെയ്താൽ തുടങ്ങും. അങ്ങനത്തെ ഭ്രാന്തായിരുന്നു. അപ്പൊ പറഞ്ഞ് എനിക്ക് എന്താ ശരിക്കും താല്പര്യം എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എഡിറ്റിംഗ് അങ്ങനെയാണ്. അപ്പോഴാണ് ഷാജാഖാന്റെ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ ഒരു എഡിറ്റർ ആവശ്യമുണ്ട്. അപ്പൊ ഷാജാഖ വിളിച്ചു. അപ്പൊ ഷാജാഖ് പറഞ്ഞു ഈ നോക്കണം എന്ന് നാളെ തന്നെ വാന്ന് പറഞ്ഞു. ഉപ്പാനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് മൂപ്പരടുത്ത് എത്തുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ മൂപ്പര് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം മീൻസ് ഒരു കാര്യത്താക്കിൽ ഭയങ്കര ദേഷ്യം വരുന്ന ആളാണ്. പക്ഷെ നോക്കണ പഞ്ചപാവാണ് ആള് ഉള്ള പറയണല്ലോ. ഞാനിപ്പോ ഈ 1-1.5 വർഷം മൂപ്പരെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വഭാവം മനസ്സിലായിട്ടാണ്. അല്ല ബേസിക്കലി എല്ലാവരും അതിനനുസരിച്ച് ജോലി പോലെ ഇതൊക്കെ പോകും. ആളിപ്പോ പോസിറ്റീവ് പറയാൻ എന്താണ്, ആള് സെറ്റാണ്. എല്ലാം കൊണ്ട് ആൻസർ ഒറ്റതില്ല, ആള് സെറ്റാണ്. എന്തായാലും നമ്മളെ എന്ത് കാര്യത്തിനും എല്ലാ സാധനവും. അതേപോലെ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ മുതലാളി അതുപോലെ തൊഴിൽ അങ്ങനത്തെ ഒരു ഇതില്ല, ഫുള്ള് ഫ്രണ്ട്ലി ടൈപ്പിൽ അങ്ങനത്തെ ഒരു ബോണ്ടിങ് അതാ നിലനിൽക്കുള്ളൂ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എല്ലാവരും പിന്നെ കാശിന് വേണ്ടി വന്ന് അതൊക്കെ ഇതാ നമ്മൾ എന്തുണ്ട് ഒരു ആത്മാർത്ഥ രീതിയിൽ പണിയെടുക്കണം, അതിനെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. സീരിയസ്ലി ഞാൻ പറയണത് നമുക്ക് ഇങ്ങനത്തെ പരിപാടിയാണ് ഹാപ്പിനെസ് മെയിനായിട്ട് അല്ലേ. അപ്പൊ നമ്മളെ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ കൂടെ നല്ല രസമായിട്ട് ഇങ്ങനെ പോവാ. പൈസ എന്ന് പറഞ്ഞാൽ പിന്നെ വരും, അതതിന്റെ ഇതാണ്. ചെറിയ പ്രായല്ലേ. പിന്നെ എന്താ നെഗറ്റീവ് ആയിട്ട് കാര്യം പറയും, എന്തെങ്കിലും ഒരു വ്യൂവേഴ്സിന് വേണ്ടിട്ട്. നെഗറ്റീവ് മീൻസ് ആളെ അതായത് പെട്ടെന്ന് എടുത്തു ചാടും, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ചിന്തിക്കൂല, അതായത് വാശി കയറിയാല് ചിന്തിക്കാതെ എടുത്തു ചാടും, അങ്ങനത്തെ ഒരു ചെറിയതുള്ളൂ. വേറെ പിന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒരു വണ്ടി ഇപ്പം വർക്ക് എടുക്കുകയാണെങ്കിൽ അത് മൂപ്പരതിന്റെ പിന്നാലെ തന്നെ നടക്കും. അത് റെഡി ആയിട്ട് ഞാൻ അടുത്ത കാര്യം നോക്കുള്ളൂ. വണ്ടി വിട്ടിട്ടേ ഒരു കാര്യമുള്ളൂ. വണ്ടി എന്നല്ല, ബേസിക്കലി എന്ത് കാര്യമാണ്. ഇപ്പൊ വീട് പണിയാണെങ്കിലും ഒരു സാധനത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അത് നടത്തിയിട്ടാ പിന്നെ അടുത്ത ഇതിലേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആണ് സത്യം പറഞ്ഞാൽ. ആ ഒരു സാധനം എല്ലാവർക്കും കിട്ടൂല സാധനം. പറയൂ. അല്ല വേറൊരു കഴിവുണ്ട്. ഇപ്പൊ പൊതുവെ തൊപ്പിന്റെ റാപ്പ് കിറ്റ് അയക്കുന്ന സമയം ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് റാപ്പ് സ്ട്രീമില് സെക്കൻഡുകൾ കൊണ്ട് PHന്റെ റാപ്പ് അപ്പൊ ഓഡിയൻസിന് ഞാൻ ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ റാപ്പർ സാധനം ഒരു ബീറ്റിനനുസരിച്ച് വരുന്ന സാധനമാണ്. ഞാൻ വേണമെങ്കിൽ ഒരു പണ്ട് എൻജന്റെ ഒരു സാധനം നീരജ്മാധവന്റെ 2 വരെയാണ് പാടാം. 2 വരെ ഓക്കെ. ഒരു കഥ പറയാം മിന്നി തുടങ്ങാം, ഓർമ്മയിൽ ചെറുത്താളുകൾ മറിക്കാം, കേട്ട് നോക്ക് നിനക്ക് വേണ്ടതൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ വെറുതെ പാട്ട് കേട്ട് ചിരിക്കാം. പലവിധ കുരുകാലെന്നെ കൊടുക്കാം, അതിലൊരു കുരുകാലെന്നെ എടുക്കാം, തടസ്സങ്ങൾ ഉയരാം ഞാൻ തളരാം, പ്രതിവിധി ഈ കഥയൊന്ന് കേൾക്കാം. അന്നെന്റെ കീശൽ വെറും നാണയത്തു തൊട്ട് എന്ന ലാശികൾക്ക് മുട്ടില്ല, സ്വപ്നങ്ങൾക്ക് കെട്ടില്ല, എന്റെ റൂട്ടിൽ ബസ്സില്ല, കൂട്ട കയറാൻ ആളില്ല, സൈക്കിളിന് ബാറ്റലില്ല, ബെല്ലുണ്ടോ ബ്രേക്ക് ഇല്ല. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എല്ലാം ഷാജാനൊക്കെ പാടുവോ? വെറുതെ പാട് ഹാപ്പി ആവട്ടെ. അടുത്ത ആളെയും കൂടെ ഒന്ന് പരിചയപ്പെടും. എന്റെ പേര് ലുക്മാൻ. ഞാൻ ആക്ച്വലി നിഷാന്റെ എഡിറ്റർ ആയിട്ട്. രണ്ടൊരു എഡിറ്റേഴ്സ് ആണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അങ്ങനെ ഇപ്പൊ PHന്റെ എഡിറ്റിംഗ് കാര്യങ്ങളും ഇതായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. മൂപ്പര പൊതുവെ നമുക്ക് ആദ്യം താല്പര്യമുണ്ട്. സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി.
അപ്പൊ ഒരു കാര്യം മെയിൻ ആയിട്ട് ചോദിക്കാണ് നിങ്ങളോടാണ്. ഷാജാനക്ക് ബിഗ് ബോസിൽ ഒരു വിളി വന്നു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുണ്ടോ? എന്താ അവസ്ഥ ബിഗ് ബോസിൽ? ഞങ്ങളുടെയും കൂടി പോയിട്ട് അല്ല പോവാൻ താല്പര്യം ഉണ്ടോ? വിളിച്ചു കഴിഞ്ഞാൽ പോവോ? വിളിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവിടെ കുറച്ചു ദിവസം പഠിക്കട്ടെ. അപ്പൊ ബിഗ് ബോസിക്ക് വിടണില്ല. വിളിക്കൂ ബിഗ് ബോസ് വിളിക്കൂ. വരുള്ളൂ. പക്ഷെ അവിടെ ഇടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെറുതാവട്ടോ. ചുമ്മാ ഒരാൾ നിക്കറിയാം. അത് പോസിറ്റീവ്. അത് പറഞ്ഞില്ല. നിക്കനോട് നിക്കാറാവുന്നാരും പറഞ്ഞില്ല. നമ്മള് വെറുതെ പോയിട്ട് ഒരാളടിക്കണേ നമുക്ക് ഭ്രാന്ത്. പക്ഷെ പോയ കപ്പ് കൊണ്ടേ വരും. അത്രേ ഉള്ളൂ. അപ്പൊ ബിഗ് ബോസ് ഇത് കേൾക്കൂ, വിളിക്കൂ. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്കിത് എനിക്ക് കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കാൻ താല്പര്യം തോന്നുന്നു. പക്ഷെ ടൈമിന്റെ ഒരു ഇതുകൊണ്ട് നമ്മള് നിങ്ങൾക്കും പോവാൻ തിരക്കാണെന്ന് അറിയാം, കുറെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആണെന്ന് അറിയാം. സോ വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ PSC ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ മാറ്റി. ഈ ഒരു അംഗം മാത്രം നമുക്ക് മതി. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വേറെ ആളെ നമ്മൾ എടുക്കുന്നില്ല. പിന്നെന്ന് പറഞ്ഞാല് എല്ലാത്തിനും നിങ്ങളിപ്പോ എന്താന്ന് വെച്ചാല് നമ്മൾ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഇടുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എന്നിട്ട് നിങ്ങളൊരു ഇഷ്ടം പോലെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പലസ്തീന്റെ നമ്മളൊരു ആ ഒരു സംഭവം നമുക്ക് പറയാം. ഞങ്ങളൊരു ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു പ്ലാൻ ഉണ്ട് PSC ഗ്യാങ്. പിന്നെ അത് കൂടാതെ നമ്മളെല്ലാരും കൂടി ഗ്യാങ് ആയിട്ട് കൊണ്ടുപോകാൻ. പിന്നെ അത് കൂടാതെ PSC ഗ്യാങ്ങിന്റെ വകയായിട്ട് അവർക്കൊരു ഡൊണേഷൻ ഞങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ക്ലബ്ബുകളായിട്ടും കുറെ അങ്ങനെ ചാറ്റ് ആൾക്കാരുണ്ടല്ലോ. അവരെല്ലാരും ഒരു ക്യാമ്പയിൻ പോലെ സെറ്റ് ആക്കിയാൽ നമുക്ക് അതെ കാരണം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോ ബർത്ത്ഡേ ഫംഗ്ഷൻസ് കാര്യങ്ങൾക്ക് കുറെ ക്യാഷ് പലരും ചെലവാക്കുന്നുണ്ട്. ആ ക്യാഷ് നമ്മൾ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പറ്റിയാൽ അത് നല്ലൊരു ആശയം തന്നെയാണ്. നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായും കുറെ മുതൽ നമ്മൾ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ 10 രൂപ ഉണ്ടാകുമ്പോൾ 2 രൂപ ഇങ്ങനത്തെ നമ്മൾ കൊടുക്കണം. കൊടുത്താലേ കിട്ടൂ. അല്ല ബേസിക്കലി പൊതുവെ അല്ല സോഷ്യൽ മീഡിയയിൽ ഫലസ്തീനെ കുറിച്ചും ഇതിനെ കുറിച്ചും സംസാരങ്ങളുള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കേണ്ടത്. സംസാരം സോഷ്യൽ മീഡിയ നാട്ടിലെ ക്ലബ്ബുകളൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വമ്പ ഹൈപ്പിലേക്ക് എത്തും. 100% വെറും 10 രൂപ കൂടുതലൊന്നും വേണ്ട. 10 രൂപ എടുത്തിട്ട് ആ ഒരു സംഭവം നമ്മൾ നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ഇരിക്കുന്ന ഭയങ്കര സംഭവം നമുക്ക്. കേരളത്തില് കുറെ ആൾക്കാരുണ്ട്. കേരളത്തിൽ ഒരാളൊരു 10 റുപ്യ വെച്ചിട്ടാൽ തന്നെ അല്ല നിങ്ങളുടെ ഒരു തുടക്കമാവട്ടെ. ചുരുക്കി പറഞ്ഞിട്ട് സിഗരറ്റ് വലിക്കുന്ന പൈസ നമ്മളെ ടീമായിട്ട് ഇറങ്ങും. ടീമായിട്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും. ചില ആൾക്കാർ പറയും റിച്ചിന് വേണ്ടി ചെയ്യാണ്, അത് ചെയ്യാണ്, അത് പ്രശ്നമല്ല. നമുക്കത് ബാധിക്കണില്ല, നമുക്കത് പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകും. സോഷ്യൽ മീഡിയ ചർച്ച നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ കണ്ടോണ്ട് ഫീൽഡിലൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവന് അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇവനിങ്ങനെ ഒരു ആശയം എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ടെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി ചെയ്യാം. പിന്നെ നമ്മുടെ നാടുകളിലുള്ള എല്ലാ ക്ലബുകളിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു 10 രൂപ ഇതിന്റെ ഒരു നാവിൽ നിന്ന് വരുന്ന ഒരു സംസാരം കൊണ്ട് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് മതി. അത് മതി. ഞാൻ അങ്ങനെ നാളെ നമ്മൾ ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എവിടൊക്കെ എപ്പോഴും യുദ്ധങ്ങളും കാര്യങ്ങളും എവിടെ സംഭവിക്കാം. ഇന്നിപ്പോ നമ്മളിടുന്നല്ല നമുക്ക് ഉണ്ടാവുമോ നാളെ? ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആള് പിന്നെ റിട്ടേൺ യുദ്ധം അവസാനിച്ചതിന് ശേഷം റിട്ടയർഡ് വീട്ടിലേക്ക് പോകുമ്പോ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു തരാം. അവിടെ വീട് നിന്ന സ്ഥലമൊക്കെ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം. എല്ലാം പോയി, ഫുള്ള് പോയി, ഒന്നുമില്ല. ഇപ്പൊ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു ടെന്റ് അടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചിന്തിക്കാണ്ട് ഒരു വീടല്ല അയാൾ ചോദിച്ചത്. ടെന്റെങ്കിലും നമുക്ക് ഒരു ടെന്റെങ്കിലും നമുക്ക് ഒരു അന്ത്യം ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ്. PSC ഗ്യാങ്ങിനെ ഞങ്ങൾ ഇതാക്കി കൊടുക്കാൻ. അപ്പോ പിന്നെ അതിലുപരി അവർക്ക് എന്തെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിന്റെ ഒരു സംഭവം ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് എങ്ങനെ മലപ്പുറം മൊത്തത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതോ മൊത്തം ഓൾ കേരളയായിട്ടാണോ? ഓൾ കേരളയായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ലിങ്ക് അവർക്ക് അപ്പൊ PSG വഴി നടക്കും. ഇപ്പൊ അവിടെ ഉള്ള സാധനം ഇപ്പൊ ഒരു കേക്ക് അപ്പൊ നമുക്ക് 10 രൂപക്ക് കേക്ക് കിട്ടുന്നുണ്ട്.
പക്ഷെ അവിടെ ഇപ്പൊ ഒരു കേക്ക് ചെറിയ സാധനത്തിന് വരെ ഭയങ്കര വിലയാണ്. ഇതിന്റെ ഒരു കാര്യം നമ്മളെല്ലാരും കൂടെ തീരുമാനം എടുക്കാനുള്ളത് വെച്ചാല് നമ്മള് പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്ത് വീഡിയോസ് പാവപ്പെട്ട ആളുകൾക്ക് ഇനിയിപ്പോ ഒരു വീട് വെച്ചു കൊടുക്കുക അങ്ങനത്തെ എന്ത് സംഭവങ്ങള് ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങള് ജനങ്ങളിലേക്ക് നമ്മളിലൂടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൈസ നമുക്ക് വേണ്ട, വണ്ടിക്കൂലി വരെ വേണ്ട, നമ്മൾ ഫ്രീ ആയി ചെയ്തു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി ചെയ്തു കൊടുക്കും. നമ്മക്കൊണ്ട് പറ്റുന്നത് നമ്മൾ ജനങ്ങൾക്ക് ചെയ്യാം, അത്ര നമ്മൾ ആഗ്രഹിക്കുന്നു. ചിലപ്പോ വീടില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു വീട് ചിലപ്പോ എന്നെ കൊണ്ട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പൊ അത് എല്ലാരും കൂടി നമ്മൾ ഓരോ രൂപകൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. അതിൽ നിന്ന് ഇനിയിപ്പോ അങ്ങനെ സംഭവം നമ്മൾ കൊടുന്ന് കാണണ്ട, അതിൽ നിന്ന് 10 റുപ്യ കട്ട് കാണാൻ തിന്നേണ്ട ഗതികേട് ഇന്ന് എനിക്ക് വരുത്തിയിട്ടില്ല, ഞാൻ ചെയ്യൂല. എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ പാവപ്പെട്ടവന്റെ ഒരു വീട് വെച്ചു കൊടുക്കണം, അതിന് 25% എനിക്ക് വേണമെന്ന് കാണണ്ടേ, ആവശ്യം ഇന്ന് എനിക്കില്ല, എനിക്കത് വേണ്ടേനോ. അതിലാറ് നല്ലത് ഇതിനേക്കാൾ ഒരു ബെനിഫിറ്റ് ഞാൻ അതിൽ കാണുന്നു. അപ്പൊ നമുക്ക് പറയാനുള്ളത് അങ്ങനത്തെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യും. നമ്മളെ കൊണ്ട് ഒരു രൂപെങ്കിലും ഒരു രൂപയ്ക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അവരെ നേരെ അവരെ അക്കൗണ്ടും കാര്യങ്ങളും കൊടുത്തിട്ട് ചെയ്യാം. അതിന് നമുക്ക് പ്രൊമോഷൻ രൂപത്തിൽ നമുക്കൊരു പൈസ വേണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യും. അത്രയ്ക്ക് നമ്മള് ഈ ഒരു നീലക്കോയില് എന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റ് ഇന്റർവ്യൂ ഇപ്പൊ നമ്മളതാണ്. അതന്നെ നമുക്ക് വലിയ അതിന് എന്താണ് എല്ലാവരും നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും. നീലക്കോയില് അങ്ങനെയാണ്, നീലക്കോയില് ഇങ്ങനെയാണ്. പല നാട്ടിലും പല ആൾക്കാരും പല കമന്റുകളോടും ഉണ്ടാവും. പക്ഷെ ആ ഒരു വ്യക്തിയിലേക്ക് അടുത്താൽ ആ ഒരു വ്യക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഞാനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ കുഞ്ഞാനായിക്കോട്ടെ, മറ്റോലായിക്കോട്ടെ, മറച്ചോലായിക്കോട്ടെ, നമ്മൾ ഈ ഒച്ചപ്പാട് നമ്മൾ ഈ ബഹളം കാണുമ്പോൾ ഈ നായ അങ്ങനെയാണ്, ഈ നായ അങ്ങനെയാണെന്നുള്ള ചിന്താഗതി വരും. പക്ഷെ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളിലേക്ക് നമ്മൾ അടുക്കുമ്പോ മാത്രമേ ആ ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. വെറുതെ ഈ മലപ്പുറത്തെ കാക്കമാര് പറയിപ്പിക്കാണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറയുന്നവർ പറയും, നമ്മളതിനനുസരിച്ച് നമ്മൾ കാര്യമില്ല. നിങ്ങൾ വേറെ വ്യക്തി, ഞാൻ നിങ്ങളെ മനസ്സിലാക്കണം, എന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റി പറയാം. തീർച്ചയായും അത് ജെന്യൂനാണ്. നിങ്ങളെ പറ്റി ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ ഓൻ അങ്ങനെയാണ് ഓൻ ഇങ്ങനെയാണ് മറ്റേ ഭയന്ന് പറയും പോലെ പറഞ്ഞാൽ പറയുന്നത് പറഞ്ഞുകൊണ്ട് നിന്നോണ്ടിരിക്കുള്ളൂ. നമുക്ക് അതിന്റെ ബാക്ക് പോകാൻ നേരമില്ല. പറഞ്ഞോണ്ടേ അത് നമുക്ക് അടക്കാൻ നമുക്ക് കഴിയില്ല. അത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ഇതൊക്കെ നമ്മളെ പിള്ളേര്. അപ്പൊ ഏതായാലും നീലക്കുയിൽ എന്നുള്ള ഒരു സംഭവം ഓരോരോ ഇന്റർവ്യൂ ഫസ്റ്റ് ആയിട്ട് നമ്മളെ PSC ഗാങ്ങിനെ തന്നെ കിട്ടിയില് വളരെയേറെ സന്തോഷം അല്ലെ. എന്താ വലിയ വലിയ നിലയിൽ എത്തട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. Thank you guys for coming.